നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തങ്ങളുടെ ആദ്യത്തെ സൈനിങ് നടത്തിയതിൻ്റെ സന്തോഷത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരൊക്കെ ഉള്ളത്. മോണ്ടിനെഗ്രൻ താരമായിട്ടുള്ള ഡ്യൂസൻ ലഗേറ്ററിനെ ഇപ്പോൾ ഹംഗേറിയൻ ക്ലബ്ബായിട്ടുള്ള ഡിബ്രസിനി VSCയിൽ നിന്നാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. 2026 മെയ് മാസം വരെയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ താരത്തിൻ്റെ പ്രകടനം എങ്ങനെ? ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു താരം വരുമ്പോൾ ആ കളിക്കാരൻ്റെ ട്രാക്ക് റെക്കോർഡ് നോക്കുകയും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് ചികഞ്ഞു നോക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് ആരാധകർ സാധാരണ ചെയ്യുന്ന പണിയാണ്. അത് സ്വാഭാവികവുമാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ക്ലബിലേക്ക് ഒരു കളിക്കാരൻ വരുമ്പോൾ അയാളെക്കുറിച്ച് എന്തായാലും ഒരു പഠനം നടത്തുമല്ലോ. ഇപ്പം ഹംഗേറിയൻ ക്ലബിൽ നിന്നാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത്. അവിടുത്തെ ടോപ്പ് ഡിവിഷൻ ലീഗായിട്ടുള്ള NB1 ഡിബ്രസിനി VSC എന്ന് പറയുന്ന ക്ലബ്ബ് കളിക്കുന്നത്. ആ ക്ലബിന് വേണ്ടിയിട്ട് ഈ സീസണിലെ താരത്തിൻ്റെ പ്രകടനം എങ്ങനെ, അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ വെറുതെ അങ്ങ് വായുവിൽ നിന്നെടുത്ത് എന്തെങ്കിലും പറയുകയല്ല, കൃത്യമായ ഡാറ്റ വെച്ചാണ് സംസാരിക്കുന്നത്. sofascore.com നിങ്ങൾക്കറിയാമല്ലോ, ഫുട്ബോളുമായി ബന്ധപ്പെട്ട് റേറ്റിങ്ങും മറ്റ് കണക്കുകളും സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ നമുക്ക് നൽകുന്ന ഏജൻസിയാണ്. അപ്പോൾ അവരുടെ കൃത്യമായിട്ടുള്ള നിരീക്ഷണം വെച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ താരം ഡ്യൂസൻ ലഗേറ്ററുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് പൊസിഷനിങ് ആണ്. അദ്ദേഹത്തിൻ്റെ പൊസിഷനിങ് അപാരമാണ്, അത് ഗുണം ചെയ്യുമെന്നതിൻ്റെ പ്രതീക്ഷിക്കാം. പക്ഷേ വീക്ക്നെസ് ആയി പറയുന്നത് നോക്കുക, ഡിസിപ്ലിനാണ് അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഈ ഹംഗേറിയൻ ക്ലബ്ബായിട്ടുള്ള ഡിബ്രസിനി VSCക്ക് വേണ്ടി കളിച്ചത് ഡിസംബർ 14 അന്ന് ZTE എന്ന് പറയുന്ന ക്ലബിനെതിരെ കളിക്കുമ്പോൾ അദ്ദേഹത്തിന് റെഡ് കാർഡ് കിട്ടി കളിക്കളം വിടേണ്ടി വന്നു. കളിയുടെ 79ാമത്തെ മിനിറ്റിലാണ് രണ്ടാമത്തെ യെല്ലോ കാർഡും കണ്ട് അത് റെഡ് കാർഡായി അദ്ദേഹം കളിക്കളം വിട്ടുപോയത്. സോ ഇദ്ദേഹത്തിൻ്റെ ഈ സീസണിലെ പ്രകടനം നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ 2024-25 സീസണിൽ അദ്ദേഹം ക്ലബിന് വേണ്ടി 16 മത്സരങ്ങൾ കളിച്ചു. 16 എണ്ണത്തിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഡിസിപ്ലിൻ്റെ കണക്ക് നോക്കുക. ഈ 16 കളികളിൽ നിന്ന് 7 യെല്ലോ കാർഡുകളും 2 റെഡ് കാർഡുകളുമാണ്. അതിൽ ഒരു റെഡ് കാർഡ് ഡയറക്റ്റ് റെഡാണ്, 1 യെല്ലോ കാർഡ്, 2 യെല്ലോ കാർഡ് കിട്ടി റെഡായതാണ്. ഇതാണ് കണക്ക്. 16 കളികൾ 7 യെല്ലോ 2 റെഡ് എന്നുള്ളത് അത്ര നല്ല ഒരു ഡിസിപ്ലിൻ ട്രാക്ക് റെക്കോർഡല്ലല്ലോ. അതുകൊണ്ടാണ് കൃത്യമായി സോഫാസ്കോർ അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ് ആയിട്ട് എടുത്തു പറയുന്നത് ഡിസിപ്ലിനാണ് പ്രശ്നമെന്ന്. 16 മത്സരങ്ങൾ കളിച്ച താരം ആവറേജ് ഒരു കളിയിൽ 88 മിനിറ്റ് കളിക്കളത്തിൽ നിന്നിട്ടുണ്ട്. ടോട്ടൽ 1413 മിനിറ്റ് അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അവിടെ NB1 ടീം ഓഫ് ദി വീക്കിൽ ഒരു തവണ അദ്ദേഹത്തിന് ഇടം കിട്ടിയിട്ടുമുണ്ട്. ഏതായാലും താരത്തിൻ്റെ പാസിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ പെർ ഗെയിം അദ്ദേഹം 59.3 ടച്ചുകൾ നടത്തുന്നുണ്ട്. കീ പാസുകൾ പെർ ഗെയിം 0.3, ആക്യുറേറ്റ് പാസസ് പെർ ഗെയിം 37, അതായത് 84% പാസിംഗ് ആക്യുറസി. അതുപോലെ തന്നെ സ്വന്തം ഹാഫിൽ അദ്ദേഹം 23 പാസുകൾ കൊടുക്കുന്നു. അതിൻ്റെ ആക്യുറസി 23 പാസുകൾ ആക്യുറേറ്റ് ആയിട്ട് കൊടുക്കുന്നു, 92% ആക്യുറസി. ഓപ്പോസിഷൻ ഹാഫിൽ 13.9, 73% ആക്യുറസി. ലോങ് ബോൾ, ആക്യുറേറ്റ് ലോങ് ബോൾസ് പെർ ഗെയിം 3.1, ആക്യുറേറ്റ് ചിപ്ഡ് പാസസ് പെർ ഗെയിം 1.8. ഇനി ഡിഫെൻഡിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ 16 ഗെയിമുകളിൽ അദ്ദേഹം കളിച്ചതിൽ ഒരു ക്ലീൻ ഷീറ്റാണ് ഉണ്ടായിട്ടുള്ളത്. ഇൻ്റർസെപ്ഷൻസ് പെർ ഗെയിം 2.6, ടാക്കിൾസ് പെർ ഗെയിം 1.8, ബോൾ റിക്കവേർഡ് പെർ ഗെയിം 3.9, ക്ലിയറൻസസ് പെർ ഗെയിം 3.6. അതുപോലെ തന്നെ സക്സസ്ഫുൾ ഡ്രിബിൾസ് 0.4 പെർ ഗെയിമാണ്, അതായത് 67% സക്സസ് റേറ്റ്. ടോട്ടൽ ഡ്യുവൽസ് 1 എന്ന് പറയുമ്പോൾ പെർ ഗെയിം 6.6, 55% ഡ്യുവൽസ് അദ്ദേഹം വിൻ ചെയ്യുന്നുണ്ട്. ഗ്രൗണ്ട് ഡ്യുവൽസ് 3.3 പെർ ഗെയിം, അതായത് 54% ഗ്രൗണ്ട് ഡ്യുവൽസ് വിൻ ചെയ്യുന്നു. ഏരിയൽ ഡ്യുവൽസ് 3.3, 57% ഏരിയൽ ഡ്യുവൽസ് വിൻ ചെയ്യുന്നു. പെർ ഗെയിമിൽ 8.8 തവണ പൊസിഷൻ ലോസ്റ്റ് ആവുന്നുണ്ട്. അങ്ങനെ ഫൗളുകൾ പെർ ഗെയിം 2.3. ഇതൊക്കെയാണ് കണക്കുകൾ. അപ്പോൾ ഈ കണക്കുകളിൽ നമുക്കൊരല്പം ആശങ്ക ഉണ്ടാക്കുന്ന ഈ ഡിസിപ്ലിൻ്റെ കാര്യം തന്നെയാണ്. 7 യെല്ലോ കാർഡുകളും 2 റെഡ് കാർഡുകളും 16 കളികളിൽ നിന്ന് എന്നുള്ളത് അത്ര സുഖകരമായൊരു കണക്കല്ല. അദ്ദേഹത്തിന് ഈ സീസണിൽ ഒരു ആവറേജ് റേറ്റിംഗ് sofascore.com നൽകിയിരിക്കുന്നത് 6.95 എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. മോശമല്ലാത്ത പ്രകടനം അദ്ദേഹം ഡിഫെൻസീവ്ലി നടത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ കണക്കുകളൊക്കെ. കാരണം ആക്യുറേറ്റ് പാസസ് പെർ ഗെയിം 37, ആക്യുറേറ്റ് ലോങ് ബോളുകൾ പെർ ഗെയിം 3.7, ഇൻ്റർസെപ്ഷൻസ് ടോട്ടൽ 42, ടാക്കിളുകൾ ടോട്ടൽ 29,
ബോൾസ് റിക്കവേർഡ് ടോട്ടൽ 62, ക്ലിയറൻസുകൾ ടോട്ടൽ 58. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മോശമല്ലാത്ത പെർഫോമൻസ് ഉണ്ട്. പക്ഷേ നമ്മളൊരല്പം വറി ആവേണ്ട കാര്യം അദ്ദേഹത്തിൻ്റെ ഡിസിപ്ലിൻ ആണെന്ന് തന്നെ പറയേണ്ടി വരും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.